ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വെനുനി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പാചകം ആദ്യം തന്നെ നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കാം. ഏലക്ക, ഗ്രാമ്പു, പട്ട എന്നിവ നമുക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരി കഴുകിയെടുക്കാം. 1 കിലോ ചിക്കന് 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇനി ബിരിയാണിയിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മളൊരു 3 പച്ചമുളകാണ് എടുത്തത്. ആവശ്യത്തിന് എരിവ് അനുസരിച്ച് എത്ര വെച്ചെടുക്കാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം പേസ്റ്റ് ആവാതെ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചോറ് വാർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കൂടിയാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ശുദ്ധമായ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ബിരിയാണി പോട്ടിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ആവശ്യത്തിനുള്ള സവാളയും തക്കാളിയും നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി സവാള വഴന്നു വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അറിയുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടച്ചൊന്ന് വേവിക്കാം. തക്കാളി നന്നായി വെന്തൊന്ന് വന്നോട്ടെ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മസാലപ്പൊടിയൊക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഗരം മസാല ഒന്ന് വിട്ടുപോയിട്ട് ഗരം മസാലയും കൂടി ആവശ്യത്തിന് എരിവനുസരിച്ച് ഇട്ട് കൊടുക്കും. ഇനി കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച ചിക്കനാണ്. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമ്മൾ എല്ലാത്തിനും ഇനി മസാലയൊക്കെ നന്നായി ചിക്കനിലേക്ക് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നന്നായി ചിക്കനിലേക്ക് മസാല യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കുന്നത് അറിഞ്ഞിട്ട് ഒരാൾ ഓടി വരുന്നുണ്ട്. ഉറങ്ങി എണീറ്റ് വരികയാണ്. കേട്ടിട്ട് ഒരാൾ വന്നിരിക്കുന്നു. അമ്മേനെ കാണണവൾക്ക് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അതിന്ന് വെള്ളം ഇറങ്ങി വരും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ വെന്ത് വരട്ടെ. ഈ ചിക്കൻ്റെ സ്മെല്ല് കേട്ടിട്ട് മൊത്തം ഓടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പുതിനയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട്.
അപ്പം നമുക്ക് വെന്തോന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ബിരിയാണീൻ്റെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് ചോറ്. ഇനി ഇതിലേക്കുള്ള സവാള നെയ്യിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായി വെന്ത് ഗ്രേവിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് വെള്ളം വറ്റാനുണ്ട്. സവാള ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട്. റെഡി ആയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് കോരിയിടാം. ഇവിടെ വെള്ളം നന്നായി വറ്റി വരുന്നുണ്ട്. നല്ലോണം വറ്റരുത്, കുറച്ചെങ്കിലും ഗ്രേവി നമുക്ക് ബാക്കി വയ്ക്കണം. എന്നാലേ ചോറുമായിട്ട് മിക്സ് ചെയ്ത് ബിരിയാണി അടിപൊളിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചു. ഇനി അതുപോലെ തന്നെ കുറച്ച് ഗ്രേവിയും ചിക്കൻ പീസും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ദമ്മിടുമ്പോൾ മസാല ഇടയിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത്. ഗൈസിന് നമ്മൾ ദമ്മിടാൻ പോവാണ്. ബിരിയാണി റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. ഇനി കുറേശ്ശെ റൈസ് ഇട്ട് കൊടുത്ത് നമുക്ക് ആ ലെയർ ഫില്ല് ചെയ്യാം. ഇപ്പോൾ കുറവാണ് ഇട്ടാകുന്നുണ്ട്. ഇതിന് ഇഷ്ടം പോലെ നമുക്ക് ഇടാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ പിന്നെ ലെയറായിട്ടിടാം. ലാസ്റ്റ് ബാക്കി കുറച്ച് മസാല കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ മുകളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറുത്ത് വെച്ച സവാള ഇടാൻ മറന്നുപോയി ഗൈസ്. അത് നമ്മൾ മുകളിൽ വെതറിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് ഇത് അടച്ച് വെച്ച് ദമ്മിടാം. ഒരു 10-20 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്യാം. അങ്ങനെ ഗൈസ് നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ചിക്കൻ്റെ പീസൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിടണം. എന്നിട്ട് റൈസ് നന്നായി മസാലയോട് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചിക്കൻ മാറ്റി വയ്ക്കുകയാണ്. ബാക്കി റൈസുമായിട്ട് മസാല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് ബിരിയാണി എങ്ങനെ ഉണ്ട്. ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ചൊന്ന് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കനും കഴിച്ചോട് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.